ഇന്നിപ്പം നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി കണ്ടില്ലേ പ്രകൃതി, ആഹാ എന്താ ഭംഗി. നല്ല കാറ്റുണ്ട്, അപ്പോൾ മഴയുണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് വി എക്സ്പെക്ട് റെയിൻ. അപ്പോൾ ഇവിടെ കുട്ടിപ്പട്ടാളം ആക്ച്വലി കിടപ്പുണ്ട്, അലോണ പിന്നെ ഇക്കോ ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് രണ്ടും കളിയാണ്. ഇനിയിപ്പം നമുക്ക് ചിക്കനിലേക്ക് കിടക്കാം. അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ബൈ ദ ടൈം ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുടിക്കാനുള്ള പരിപാടിയിലാണ്. കണ്ടില്ലേ മനോഹരമായ കപ്പ് അല്ലേ. അപ്പോൾ ചിക്കന് ഇനിയിപ്പം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആക്ച്വലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനും കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം 2 റെസിപ്പീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പീസസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, മസാലയെല്ലാം പുരട്ടി. അപ്പോൾ അതിൽ കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്കിത് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നല്ല പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആഹാ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കുള്ളത് ഈ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം, ഐ മീൻ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പം ചിക്കന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം തോന്നിയാൽ അപ്പം ആഡ് ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിക്കണം. ചട്ടി വെച്ചു, ചൂടായി. അപ്പോൾ എൻ്റെ അടുക്കളയും എൻ്റെ പാത്രങ്ങളും ആരും മെയിൻ ചെയ്യണ്ട. ബിക്കോസ് അത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് ആർക്കും തൂത്ത് തുടച്ച് എന്താ പറയുക ഷോക്കേസിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഡിഫക്ട്സ് കാണാം. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ബേ ലീവ്സും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഓഫ് പട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ജീരകം ഓൾസോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സവോള. ആൻഡ് അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു എന്താ പറയുക, അധികം അങ്ങ് ഒരു ടൊമാറ്റോയുടെ ടേസ്റ്റ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തക്കാളി എടുക്കുന്നുള്ളൂ. ഒരു 2 ചെറിയ തക്കാളി മാത്രം മതിയാവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആക്ച്വലി എന്നെപ്പോലെ ഉപ്പിടാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം സവാള സെറ്റായി വന്നിട്ടുണ്ട്. തക്കാളി ഇട്ടു. അപ്പോൾ തക്കാളി നമുക്ക് ആക്ച്വലി തക്കാളിയും സവാളയും കൂടെ കുറച്ച് നേരം ഒന്ന് കിണ്ടിയിരിക്കാം. കിണ്ടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല തക്കാളിയൊക്കെ കുറച്ചും കൂടെ വഴന്ന് കിട്ടും പെട്ടെന്ന്. ഇനിയിപ്പോൾ മസാലയാണ്, അത് ഈ കാണുന്ന പൊടികളൊക്കെയാണ് നമ്മളിടുന്നത്. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ചേർക്കുക. മസാലപ്പൊടിയെല്ലാം ചേർത്തിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ചിക്കൻ കറി തന്നെ, വലിയ എടുത്ത് പറയാനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്തപ്പോൾ ഞാനാണല്ലോ ചെയ്യുന്നത് അല്ലേ, നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടല്ലോ, ഓഫ്കോഴ്സ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയ ഷെഫി ഐറ്റമായിട്ടൊന്നും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു മിനിമൽ ചൂടുള്ള വെള്ളം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ചൊവ്വ റിഫ്ലക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ആഡ് ചെയ്യില്ലായിരുന്നു ആദ്യമൊക്കെ, പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനത് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ഒരു ഗ്രേവി മോഡൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, എന്തോ ഭാഗ്യം. അപ്പോൾ അത് ഓക്കെ ആയി കഴിയുമ്പോഴേക്കും ഇതേപോലെ കുമിള വരും, ടപ്പിന്ന് പൊട്ടാനായിട്ട് തിള വരും. ആഹാ, നല്ല മണമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇപ്പം അത്യാവശ്യം എല്ലൊക്കെയുള്ള പീസസ് ഞാനിപ്പം ഇതിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കരളിന് എന്താ പറയുക ഫാൻസ് ഉള്ള വീടാണ്. സോ ഓഫ് കോഴ്സ് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിക്കില്ല, പക്ഷേ ഇവിടെ കഴിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹസ്ബൻഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ഉണ്ടായിരുന്ന സമയത്ത് അപ്പം കഴിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മിക്സിങ്
റൗണ്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക, പുറത്തൊക്കെ നല്ല അടി കൊടുക്കുക, നല്ല കുട്ടികളായിട്ട് വെന്തോളും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല, അടപ്പടച്ച് വെക്കുക, ആവി കൊള്ളിച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇതേപോലെ തുറന്ന് നോക്കുക, പിന്നെ ഇളക്കുക ഇളക്കുക ഇളക്കുക. ഇത് കണ്ടില്ലേ, കണ്ണ് കെട്ടാതിരിക്കാനാ, കൊതി കിട്ടാതിരിക്കാനാ. അത് കളഞ്ഞു. എൻ്റെ കറിക്ക് ആര് കൊതി വയ്ക്കാനാണോ അത്. ഓക്കെ. അപ്പം ചിക്കൻ ഓൾമോസ്റ്റ് ഓക്കെ വെന്ത് സെറ്റായി കഴിയുമ്പോഴേക്കും അതിറക്കി പാട്ട് വയ്ക്കുക. ഓക്കെ. ഇനിയിപ്പം നമുക്ക് രണ്ടാമത്തെ കറിയിലേക്ക് വേണ്ടുന്ന തേങ്ങയാണ് ഈ മിക്സിയിൽ കിടന്ന് കറുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അത് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, കുറച്ചധികം അരഞ്ഞുപോയി. അപ്പോൾ രണ്ടാമത്തെ കടായി വെക്കുക. കടായി എന്നല്ല, ചീൻചട്ടി. എൻ്റെ ചീൻചട്ടിയുടെ ബ്യൂട്ടി ആരും നോക്കണ്ട കേട്ടോ. അപ്പോൾ ചീൻചട്ടി വയ്ക്കുക, ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഇച്ചിരി അങ്ങല്ല, അത്യാവശ്യം നന്നായിട്ട് അങ്ങ് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, അങ്ങ് കൊഞ്ചമായി ഇട്ട് കൊടുക്കുക. ആഹാ, എന്താ ചിക്കൻ്റെ ഒരു ഭംഗി. അങ്ങനെ ചിക്കൻ ആക്ച്വലി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൊരിയണം. ഓക്കെ. ഡീപ്പ് ഫ്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടത് അത്യാവശ്യം കുറച്ച് നന്നായിട്ടൊന്ന് മൊരിയണം. പിന്നെ ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അത് വെക്കാനും കഴിക്കാനും ഭയങ്കര ആക്രാന്തമാണ്. അത് എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും, പുറത്ത് പോയാലും ചിക്കനാണ്, അകത്ത് വന്നാലും ചിക്കനാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, അപ്പോൾ ഇതേമാതിരി ഒന്ന് സെറ്റായി വരും. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഓരോ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ചിലർ വരാൻ കുറച്ച് മടി കാണിക്കും, ബട്ട് സ്റ്റിൽ നമ്മളത് കുത്തിയിളക്കി അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ആവശ്യം നമ്മുടെയാണല്ലോ. അവരങ്ങനെ ഡിമാൻഡൊക്കെ കാണിക്കും. കണ്ടില്ലേ, ഈ ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തേക്ക് ഇടുക, അപ്പുറത്ത് നിന്നെടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക. എൻ്റെ ഓരോരോ മൾട്ടി ടാസ്കിങ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കുക, അവരുടെ പ്രാക്ക് മേടിക്കുക, നമുക്ക് പൊരിച്ച് കഴിക്കുക. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ എക്സെട്രാ വരുന്നത്, കുറച്ച് മസാല കൂടുതൽ വരുന്നുണ്ട്, 2-3 എണ്ണം കൂടുതൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ഓക്കെ. എക്സ്ട്രാ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയുള്ളി ആക്ച്വലി കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഞാനിപ്പം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ബേ ലീഫ് പിന്നെ നമ്മുടെ മെയിനാണല്ലോ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഈ പറയുന്നത് പോലെ തന്നെ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ളത് ഇവിടെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറയായിരുന്നു. അപ്പോൾ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ ബ്യൂട്ടി ഞാൻ 2 വട്ടൽമുളക് ഇട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഫസ്റ്റിൽ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. മറവി എന്തോ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരികയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് നമ്മുടെ താരം ചെറിയുള്ളി വരാനുള്ളത്. പക്ഷെ അത് എന്താ പറയുക, ഒരു പ്രോസസ്സിനിടയിൽ ചട്ടി എനിക്ക് ആക്ച്വലി കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ മറ്റൊരു ചട്ടിയിലേക്ക് അത് മാറ്റി. എന്നിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റേതിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ വറുത്തിരിക്കുന്നതുകൊണ്ട് അതിൽ ഗ്രേവി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇനി നമ്മൾ കറി വയ്ക്കുമ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തോന്നിയതാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ആക്ച്വലി ഇറ്റ് ടേൺഡ് ഔട്ട് നൈസ്. അങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി. എനിക്ക് ആക്ച്വലി അങ്ങനെയൊന്നും തോന്നാത്തതാണ്. ഇതേ കണ്ടില്ലേ, ചെറിയുള്ളി വന്നു. അപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതൊരു വിധം ഇതായി കഴിയുമ്പോഴേക്കും സവോള ഇട്ട് കൊടുക്കുക. സവോള അത്യാവശ്യം നൈസായിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയൂ. അപ്പോൾ അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടത് എന്താ പറയുക, വഴന്ന് കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ കട്ടിക്ക് കിടക്കില്ല. അപ്പോൾ അത് പിന്നീട് നമുക്ക് കറിയൊക്കെ മോശമായി പോവും. സവോള ഇപ്പോൾ ചൂട് സമയമല്ല, അപ്പോൾ സവോളയും കൂടി ഇട്ട് കഴിയുമ്പോൾ കറിയൊക്കെ ഒരുപാട് സമയം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചൂട് കാരണം ചീത്തയാവാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ സവോള മാക്സിമം വഴന്ന് കഴിയുമ്പോഴത്തേനും തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഞാനിവിടെ നീളത്തിലല്ല എടുക്കുന്നത്, ക്യൂബായിട്ടാണ് അരിഞ്ഞിട്ടെക്കുന്നത്. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, എണ്ണയിൽ കിടന്നൊന്ന് വേവും. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ. അതപ്പോൾ ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കുക. തക്കാളി ഉടച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് വരും. എന്നിട്ട് ഒന്നും കൂടെ ആവിയിൽ വെച്ച് വേവിക്കുക.
എന്നിട്ട് ഇത് 2ാം പാലാണ് ആക്ച്വലി. ഞാൻ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 1ാം പാലും 2ാം പാലും എടുക്കാൻ നോക്കുക. 1ാം പാൽ ആക്ച്വലി തിക്കായിട്ട് തന്നെ എടുക്കുക. 2ാം പാൽ കുറച്ചുകൂടെ എന്തായാലും അത് ലൂസാവും. അപ്പോൾ ഞാനുണ്ടാക്കി വന്നപ്പോൾ ലൂസായി. അപ്പോൾ അത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം വഴന്ന് കിട്ടും. അത് കഴിയുമ്പോഴത്തേനും മസാലപ്പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചട്ടിയുടെ അടിയിൽ ഇതുമാതിരി ചെറുതായിട്ട് പിടിക്കും. അപ്പോൾ അത് നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് ഇളക്കുക. കണ്ടില്ലേ, കുത്തിപ്പറിച്ച് അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെടുത്ത് മാറ്റുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഇതായി വരുമ്പോഴേക്കും ഞാൻ ആക്ച്വലി ആ 2ാം പാലുള്ളത് ഒഴിച്ചു കൊടുത്തു. ചിക്കൻ സ്റ്റോക്കും ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീൻവൈൽ നമ്മളത് അരച്ചെടുക്കുക. ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റായിട്ട് എടുക്കുക. പേസ്റ്റായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് നൈസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ചട്ടിയുടെ ആ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും പാത്രത്തിൻ്റെ, അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതുമാതിരി നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും, ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതൊന്ന് തിള വന്നിട്ട് ഒന്ന് സെറ്റാവണം. അപ്പം ആ തിള വരുന്നത് വരെ എന്താ പറയുക, നല്ല മണം വരുന്നുണ്ടായിരുന്നു. എന്തോ എനിക്ക് നല്ല മണം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വെക്കുമ്പോൾ പറയാൻ പാടില്ലല്ലോ. ഇതിപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. ജാറൊന്ന് ചുറ്റിച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വലിയൊരു എന്താ പറയുക, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വീഡിയോ എടുക്കാനുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ വീട്ടിലെങ്ങനെയാണോ ചെയ്യുന്ന ആ സ്ഥിരം പരിപാടിയാണ്. ഇപ്പം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിള വരുന്ന കഴിയുമ്പോഴത്തേനും നമുക്കിനിയിപ്പം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പം എല്ലാ കാര്യം തിള വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തിള വന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച പീസസ് ഓഫ് ചിക്കനാണ്. അപ്പം ഞാനത് ഒന്നുകൂടി സ്മോളാക്കി എടുത്തിട്ടുള്ള ചിക്കനായിരുന്നു കേട്ടോ വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പീസസാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആസ് യൂഷ്വൽ നമ്മുടെ മിക്സിങ് റൗണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അത് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് ഒരു കമള വന്ന് കുറച്ചും കൂടെ തിളച്ച് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്കിനിയിപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ ഒരു തലപ്പാലുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേറെ ഒന്നും പിന്നെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമും അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലും ആയിട്ട് നന്നായിട്ട് എന്താ പറയുക ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇതാക്കി എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ എടുക്കാതിരിക്കുക, കുറച്ച് നേരം അടച്ച് തന്നെ വെക്കുക. അപ്പോൾ ആവിയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. സോ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇതിപ്പം ഞാനൊന്ന് ഉപ്പും പുളിയൊക്കെ നോക്കി, പിന്നെ ഇച്ചായനുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളിക്കും ചെറുതായിട്ട് കൊടുത്തു. ഇനിയിപ്പം എന്താ പറയുക, മറ്റേ ഉഴിഞ്ഞിടൽ പരിപാടിയുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് മൂടി വെച്ചു ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. 2 റെസിപ്പീസൊന്നും പറയാനില്ല. ഈസി വേസ് ഓഫ് ചിക്കൻ 2 തരത്തിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്തു. ഇതൊരു കുക്കിംഗ് വ്ളോഗായിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാനുണ്ടാക്കിയ കറി എല്ലാവരെയും കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വലിയ ജാടയിലെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം 10 പേരെങ്കിലും കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടില്ലേ, ബൂം ചിക്കൻ കറി, ആഹാ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റാ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.